നമസ്കാരം. இந்த മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. RBI ഇന്നലെ ഡോളറായിട്ട് വിറ്റ് 90ന്റെ മുകളിൽ കൊണ്ടുപോയാലും ചെറിയ ഡോളർ വെളിയിൽ പോകുന്നു. വളരെ പ്രഷർ ഇരിക്കുന്നു റുപ്പിയിൽ. ഇന്നുള്ള ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മാർക്കറ്റിനെ കയറ്റി 25,900 വരയ്ക്കും എടുത്തുകൊണ്ട് പോയി. പിന്നെ തിരികെ FIA വന്നായിരുന്നു, അതിനെ താഴെ ഇട്ടായിരുന്നു, പിന്നെ നെഗറ്റീവിൽ പോയി. ബാങ്ക് നിഫ്റ്റി 180 പോയിന്റ്സ് ഡൗൺ ആണ്. ആ ഫ്രൈഡേക്ക് ശേഷം അന്ന് ബാങ്ക് നിഫ്റ്റി കിടപ്പിലായതാണ്. ഇതുവരയ്ക്കും അത് പഴയ സ്റ്റേറ്റിന് വന്നില്ല. നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ റേറ്റിനെ കുറച്ചാലും ബാങ്കിൽ ഡെപ്പോസിറ്റിന് ഈ റേറ്റിനെ വരുന്നില്ല. ഇത് കാരണം ഇതിൻ്റെ മുകളിൽ റേറ്റിനെ കുറയ്ക്കാൻ പറ്റൂല. ഇത് കാരണം ലെൻഡിങ് റേറ്റ് കുറയ്ക്കാൻ പറ്റൂല. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഷോർട്ട് ടേമിൽ ചെയ്തത് മോണിറ്ററി പോളിസി ട്രാൻസ്മിഷൻ ബ്രേക്ക് ഡൗൺ ആവും എന്ന ഒരു പേടിയിലാണ്. മെയിൻ മാർക്കറ്റ് മറ്റും വീഴുന്നില്ല, അടിയിൽ ബോട്ടമിലിരുന്ന് തന്നെ വീഴുന്നിരിക്കുന്നു. അതായത് നിങ്ങൾ ടോപ്പ് 50 നോക്കിക്കൊണ്ടിരുന്നു, അവിടെയും ആ ടോപ്പ് 50യിലും പല സ്റ്റോക്ക് വീഴുന്നിട്ടുണ്ട്. മൾട്ടി ടാറ്റ കമ്പനി നോക്കുവാണെങ്കിൽ 5.5 ലക്ഷം കോടി അവരുടെ മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞിരിക്കുന്നു. രണ്ട് കമ്പനി, ഒന്ന് വന്ന് TCS, ഇനി ഒന്ന് നമ്മളെ ട്രെൻഡ്. രണ്ടും ഭയങ്കര അടിയാണ്. പക്ഷെ ഇപ്പോൾ TCSന് ഒരു ഓക്സിജൻ സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് നമ്മുടെ തലവർ റുപ്പീനെ താഴെ വിട്ട് TCSന് വളരെ കഷ്ടപ്പെട്ട് അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ഫ്രീ ആവിട്ട് 93, 94 ഇട്ടുവെങ്കിൽ TCS തിരികെ വരും. ഇത് തന്നെ TCSന് യൂറോയിൽ 17% ഇൻകമാണ്. ബ്രിട്ടീഷ് ഫോർ ന്യൂ ഇൻകം ഇതിൽ പഴയവർ അവർക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു. ഡെയിലി നോക്കിയാൽ അറിയാം, അതിൽ 15% ഡൗൺ ആയിരിക്കുന്നു. കാരണം TCSനാണ് വിഷമം. പക്ഷേ ടാറ്റ ഇനി വരുന്ന കാലങ്ങളിൽ ഇതിനെ തിരികെ പിടിക്കും. അത് നോക്കുമ്പോൾ 5.5 ലക്ഷം കോടി രൂപ ഗാലി എന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അതേസമയം ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. പാസഞ്ചർ വെഹിക്കിളിനെ ഇവിടെ കൂടിയിരിക്കുന്നു. ഇന്ന് രാവിലെ 3% വരെ ആഡ് ആയിരുന്നു. 172. രണ്ടും നന്നായി ചെയ്യും ആണ് ഞാൻ പറയണത്. സഫാരി സെയിൽസ് തുടങ്ങിയില്ല. സെയിൽസ് പിക്കപ്പ് ആയെങ്കിൽ പാസഞ്ചർ കാറും ഇതും രണ്ടിൻ്റെ ഇടയ്ക്ക് കോമ്പറ്റീഷൻ ഇട്ട് നല്ല ലാഭം ചെയ്യും. കമ്പൈൻ ചെയ്യുവാണെങ്കിൽ 2.5 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് വന്നിരിക്കുന്നു. എൻ്റെ ഒപ്പീനിയൻ എന്തെന്ന് വെച്ചാൽ വരുംകാലങ്ങളിൽ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലക്ഷത്തിന് മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് വരും. സ്പ്ലിറ്റ് ചെയ്തത് നമുക്കൊരു നല്ല കാര്യമാണ്. സോ മാർക്കറ്റ് ഇതുമൂലം നമുക്ക് റിവാർഡ് തരും എന്നതിൽ ഏതൊരു സംശയവും വേണ്ട. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഞാൻ പറഞ്ഞതുപോലെ പല പുതിയ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരുന്നു. ഇതിൻ്റെ റിസൾട്ട് അറിയാൻ 1 ഇയർ ആവും. ഹോൾസെയിൽ ബാങ്കിങ് പുതിയതായിട്ട് ഒരാൾ, ചീഫ് ഹ്യൂമൻ റിസോഴ്സ് CHROക്ക് ഒരാൾ, പുതിയ ആൾ. ഇതുപോലെ മൈക്രോ ഫിനാൻസ് ഭാരത് ഇല്യൂഷന് ഒരാൾ. അവിടുത്തെ സെപ്പറേറ്റ് ആയിട്ട് ആൾ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു പുതിയ MD വരും, പഴയ ആൾക്കാരെ വരട്ടും എന്ന് പറഞ്ഞു. വലുതായിട്ട് പ്രോബിൽ ആ 3 പേരും അല്ലാതെ വേറെ ആരെയും റെസ്പോൺസിബിലിറ്റി കണ്ടുപിടിക്കത്തില്ല. പക്ഷെ അത് നടന്നിരിക്കുന്നു. അപ്പോൾ ക്ലീൻ ഷീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അതിനും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ മാറ്റുന്നു, ഇഞ്ചിനെ ക്ലീനും ചെയ്യുന്നു. എന്നാൽ സ്ലിപ്പ് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് വീലിനെ മാറ്റുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇതിനോട് സുനിൽ മേത്ത ചെയർമാനിൽ നിന്ന് റിസൈൻ ചെയ്യും. ഇന്ന് ആ സ്ഥലത്തിൽ ഒരു പുതിയ ചെയർമാനെ ഇടും. നോക്കുമ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ വണ്ടിയും പുതിയതാണ്, നടത്തുന്ന ടീമും പുതിയതാണ്. കാരണം സ്റ്റിയറിംഗ് വീൽ വരയ്ക്ക് മാറ്റിയിട്ടുണ്ട്. ക്ഷമിക്കാതെ ജോലിയായിട്ടിരിക്കാം. ഒക്കെ 1500 വന്നാൽ മതി. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും വരും. ഫ്യൂച്ചർ ഇത് കാരണം നന്നായിരിക്കും. ചിറക്കുന്ന സമയം 1, 2 എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. കൊള്ളാം ഇതിൽ. അപ്പോൾ അടുത്തത് നമ്മൾ ഫാർമ കമ്പനിയുടെ അടുത്ത് തിരിയാം. സൈഡസ് എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ഒരു ഫോറിൻ കമ്പനിയുടെ ഒപ്പം ടൈപ്പ് ചെയ്ത് ബയോസ്റ്റിമുലസ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. എന്ത് പേരെന്ന് വെച്ചാൽ ഫാർമിക്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒപ്പം ടൈപ്പ് ചെയ്ത് സ്റ്റിമുലസ് ചെയ്യാം എന്നാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. സൈഡസ് ലൈഫ് സയൻസസ്, സൈഡസ് വെൽനസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്സിഡറിയാണ്. ബയോകോൺ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബയോസ്റ്റിമുലസിനൊപ്പം ഇരിക്കുന്ന സബ്സിഡറി തനിയായിരിക്കുന്ന കാരണം മെയിൻ പാരന്റിൻ്റെ ഒപ്പം മെർജ് ചെയ്യുന്നു. കാരണം കിരൺ വസുന്ധർഷ്ട്ര ഫാമിലി പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇതിൻ്റെ പ്രഷർ 50% താഴെ ഇറങ്ങാൻ പോകുന്നു. നോട്ട് ഡിസ്കും ഡോക്ടർ റെഡ്ഡിയും ഗുസ്തി ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ സൺഫാർമ നോവോ നോട്ട് ഡിസ്കിനിടയ്ക്കാണ് യുദ്ധം നടക്കുന്നത്. എന്ത് ഗുസ്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാറ്റന്റ് എക്സ്പീരി ആകുന്നവരേക്കും സെമി ഗ്ലൂട്ടേഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത് എന്നാണ് അവരിടയ്ക്കുള്ള പ്രോബ്ലം. കോർട്ട് കേസ് ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. മീഷോയെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. സൂപ്പറായിട്ട് 46% പ്രീമിയർ ലിസ്റ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് ഇത് കാത്തിറങ്ങിയ ബലൂന് പോലാതെ ഇറങ്ങും താളെ. ബട്ട് മങ്ങാത്ത കളിച്ചവർക്ക് കാശാണ്. ഇത് കാരണം
എടുത്തുകൊണ്ട് ഓടിപ്പോണത് നല്ലതാണ്. ആകാശ എയർലൈനിനെ കുറിച്ച് ദിവസത്തിന് മുമ്പ് ഒരു ഇൻഡിഗോ എപ്പിസോഡിൽ വിഷ്ണു ചോദിച്ചായിരുന്നു വിപ്രോ എയർലൈൻസ് അത് ആകുമോ എന്ന്. വിപ്രോ എയർലൈൻസ് ആകത്തില്ല എന്ന ന്യൂസ് ഇപ്പോൾ വന്നിരിക്കുന്നു. IPO ഇടാൻ പോണതായിട്ട് പറയുന്നു. IPO ഇടുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വിപ്രോ ഓടിപ്പോവും. ഇപ്പം അവരുടെ അടുത്ത് പ്ലെയിനേ ഇല്ല, മാർക്കറ്റിലും അവർക്ക് പ്ലെയിനേ ഇല്ല. പ്ലെയിനിനെ ഓട്ടി ക്രൂ ചെയ്യുന്നതിൻ്റെ മുമ്പേ IPOയ്ക്ക് ഓടി വരുന്നു. IPOയ്ക്ക് ഓടി വരുന്നു എന്നാൽ എന്തർത്ഥം എന്ന് വെച്ചാൽ ആരും കാശ് ഇടാൻ ഇല്ല എന്നാണ് അർത്ഥം. റാക്കറ്റ് ജിഞ്ചഞ്ചാലയും കാശ് ഇടാൻ വരുന്നില്ല എന്നാണ് അർത്ഥം. വിപ്രോയും കാശ് ഇടുന്നില്ല. അമൽമാൻ കാശ് ഇടണം എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കീംസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനി, അത്തെ കമ്പനിയൊക്കെ ഞാൻ ടച്ച് ചെയ്യണതില്ല. ഇതിൽ അക്കൗണ്ടിങ്ങിൽ എന്തോ തെറ്റ് കണ്ടുപിടിച്ച് ആർക്കിറ്റിനായിട്ട് അടിയെന്ന് അടിച്ചിരിക്കുന്നു. അത് ടേൺ അറൗണ്ട് ആകും എന്ന് പറയുന്നു. കാരണം തന്നെ വലിയ ലാർജ് കമ്പനിയൊക്കെ സ്മോൾ ക്യാപ് കമ്പനീൻ്റെ അടുത്ത് പോകേണ്ട എന്ന് പറയണത്. അഡ്വൈസ് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വട്ടം തന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്നും നിങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നു. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് 1500 രൂപയ്ക്ക് ട്രേഡ് ആയിക്കൊണ്ടിരുന്നു ഒരു കാലത്തിൽ. ഇത് ബാധാരത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയെ എങ്ങനെ നടത്തുന്നു, ചൈനയെ എങ്ങനെ നടത്തുന്നു എന്ന് നോക്കുക. എനിക്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ പാവം ചൈന 200 ചിപ്സൊക്കെ നിങ്ങൾ വാങ്ങാം പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ എന്ത് ടാരിഫ് ഇട്ടാലും അവർ സർപ്ലസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ പുതിയതായിട്ട് എന്താണ് ടാരിഫ് ഇടാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. 50% മറ്റ് സ്ഥലങ്ങളിൽ ഇടുന്നത് പറ്റില്ല. റൈസ് മാത്രം നിങ്ങൾ ഫ്രീ ആയി കൊണ്ടുവരുന്നു. ഒരു ടാരിഫ് ഇടട്ട എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ച ഉടനെ ഇന്നലെ അരിശീരെ കൊടുത്തുള്ള സ്റ്റോക്സ് ഒക്കെ 10% കാലിയാണ്. കാരണം തന്നെ ഇതുപോലത്തെ സ്റ്റോക്കിലൊന്നും നിങ്ങൾ കൈവയ്ക്കരുത് എന്ന് ഞാൻ അഡ്വൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ട്രീറ്റ്മെൻറ്റ്, വെളിനാട്ടിൽ നിന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇതിനെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഈ ബുല്ലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എളിച്ച് നിൽക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് നിന്നാൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടും. നിങ്ങൾ പക്ഷേ ഇതിൽ നിന്ന് പേടിച്ച് ഓടുവാണെങ്കിൽ ഇതിലിരുന്നും അടി അവരിടും എന്നാണ് അർത്ഥം. ഈ H200 ചിപ്പിനെ നിങ്ങൾ വാങ്ങാം, എൻജോയ് ചെയ്യാമെന്ന് ചൈന പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കി പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ട്രംപ് ആകുവാദറിൻ്റെ ഇനിയൊരു ന്യൂസ് നോക്കാം. ടാരിഫ് കാരണം US ഭയങ്കര പ്രഷർ എന്ന കാരണത്തിൽ അവർക്കൊരു $12 ബില്യൺ ചെക്ക് കൊടുത്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് സബ്സിഡി തരാം $12 ബില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ AI ഇൻവെസ്റ്റ്മെൻറ്റ് 95% ക്രാഷ് ആകും എന്നാണ് പറയുന്നു. അപ്പോൾ ഈ ഓട്ടോ AI കാരണം ഓട്ടോമാറ്റും തനിയെടുക്കാൻ നോക്കുന്നു. ഒരു മാസം പാസഞ്ചർ കാറും കമേഴ്ഷ്യൽ വെഹിക്കിൾ കാറും ഏറിയിരിക്കുന്നു. പാസഞ്ചർ വെഹിക്കിൾ കാർസിൽ 3% ഏറിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ എന്ന് പറയുന്നു. ഇയർ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ GST കട്ട് ചെയ്ത കാരണം ബൈക്കൊക്കെ സൂപ്പർ സ്റ്റാറാ വിൽക്കുമെന്ന് പറഞ്ഞു 3% ഇറങ്ങിയിരിക്കുന്നു എന്ന ന്യൂസിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ST കട്ട് ഒരു മാസത്തിന് അങ്ങനെ തന്നെ ഇരിക്കും. ഫസ്റ്റായിട്ട് ഹാർവർഡ് മാർക്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്നും AI ബബിൾ ആയില്ല, ഇന്നും എക്സ്ട്രീം വാല്യുവേഷൻസ് പോയില്ല, അത് എക്സ്ട്രീബ്രണ്ടായിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ സമാധാനത്തോടെ ഇതിൽ ഇറങ്ങണം. ഇൻവെസ്റ്റ്മെൻറ്റേ ചെയ്യാതിരിക്കരുത്. കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആശ ഒരുപാട് ഇരിക്കുന്നു, കടനെ കുറയ്ക്കുമെന്ന് വിചാരിച്ചാൽ ആശിനെ എടുത്തിട്ട് ട്രിവേണി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പെല്ലറ്റ് പ്ലാന്റിനെ വാങ്ങിയിരിക്കുന്നു. പെല്ലറ്റ് എന്ന് പറയുന്നത് ടാറ്റ സ്റ്റീലിന് ഒരു ഇൻപുട്ട് പോലെയാണ്. കമ്പനിയിൽ അതിൻ്റെ അടിയിൽ ഒരു സബ്സിഡി ഇരിക്കുന്നു, ബ്രാഹ്മിനി എന്ന് തോന്നുന്നു. അത് ഒറീസയിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പെല്ലറ്റ് പ്ലാന്റ് 4 മില്യൺ ഇതിന് കപ്പാസിറ്റി ഇരിക്കുന്നതായിട്ട് പറയുന്നു. അതിൽ 15% ഇവർ വാങ്ങിയിരിക്കുന്നു. പിന്നെ വാങ്ങിയിരിക്കുന്നു വെച്ചാൽ റാ മെറ്റീരിയൽ സോഴ്സ് ചെയ്തതിന് പക്കാ ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങിയിരിക്കുന്നു. അടുത്തത് സ്വർണ്ണമാണ്. സ്വർണം ഒരു 30 രൂപ കയറിയിട്ടുണ്ട്. സിൽവറും കയറിയിട്ടുണ്ട്. സിൽവറിൽ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് സൂപ്പറായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ അതങ്ങനെ ഇരിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അടുത്ത കാര്യം, ലോഹമേ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ നാളെ രാവിലെ ഫെഡറൽ റിസർവ് എന്ത് ചെയ്യും എന്നാണ്. ഇന്ന് നൈറ്റ് ന്യൂസ് പറയും. നാളെ രാവിലെ ഇരിക്കും. 3 വഴിയായിട്ട് പോവാം മാർക്കറ്റിൽ. കട്ടില്ലെങ്കിൽ മാർക്കറ്റ് കിടപ്പിലാവും. ഇന്നും ഒരു 300-400 പോയിന്റ് വീഴും. പക്ഷേ കട്ടിരിക്കുന്ന കുറച്ച് വാണിങ്ങോടെ കട്ടിരിക്കും എന്നാൽ വളരെ കയറത്തില്ല. നോർമലായി റെസ്റ്റ് എടുത്ത് നോർമലായിട്ടിരിക്കും. കട്ട് വളരെ ചെയ്യുവാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഹൈ ആയി പോവും. എയർ മാർക്കറ്റ് ടെമ്പററി ആയിട്ട് ഹൈയിലിരിക്കും. 3-ൽ ഏതാണ് നാളെ നടക്കുന്നു എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നോർമലായിട്ട് ഇന്ത്യക്ക് വന്നിട്ട് ഈ ഷോർട്ട് ടൈം വോളാറ്റിലിറ്റി കൂടുതലിരിക്കും. ട്രംപ് ടാരിഫൊക്കെ സെറ്റിൽ ചെയ്യണമായിരിക്കും.
ഇതിൽ വളരെ റിക്കവറി ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇരിക്കില്ല. വച്ചാൽ നമ്മളെ വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ഇവിടെ നമ്മൾ സർപ്ലസ് ചെയ്യുമ്പോൾ ഇത് അമേരിക്കയാണ്. ഇല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണ് ഇന്നുള്ള ന്യൂസ്. ഇന്ന് മാർക്കറ്റ് വിളന്നിരിക്കുന്നു. ഇന്ന് 2 എന്ന് ആവശ്യമുള്ള സ്റ്റോക്കിന് നിങ്ങൾ എടുക്കാം. ഇനിയെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ആക്ച്വലി മാർക്കറ്റിൽ കറക്ഷൻ വരുമോ എന്ന് ചോദിച്ചതിന് 1100 സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ 440 സ്റ്റോക്ക് അതിപാതാളത്തിലാണ് ഇരിക്കുന്നത്. ടാക് ഗ്രൂപ്പേ 5 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ് ഇരിക്കുന്നു. PCS ട്രെൻഡ് തന്നെ ഇതിലൊരു വലിയ ലൂസർ. ഇതുപോലെ തന്നെ ടാറ്റ കെമിക്കലും ലൂസറാണ്. കാരണം മാർക്കറ്റ് കറക്ഷൻ ഓൾറെഡി സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു. ഹെഡ്ലൈനെ മറ്റും നോക്കരുത്. നന്ദി, നമസ്കാരം.